അങ്ങനെ രണ്ടുപേരും കൂടെ ഹീറോയിനെ അതൂതും പറഞ്ഞ് കളിയാക്കാനായിട്ട് തുടങ്ങുന്നു. അവര് പറയുമ്പോഴാണ് ഈ ഹീറോയുടെ ഫാമിലി ഇവരാണെന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടേക്ക് അവിടുത്തെ മെയിൻ അസിസ്റ്റന്റ് കടന്നു വരുന്നു. അയാളെ കണ്ടപ്പോൾ തന്നെ ഇവൾ ലെക്സ് ഞങ്ങൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാഡത്തിനെ കാണാനായിട്ട് വന്നതാണ്. മാത്രമല്ല കുറെ വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റുകളൊക്കെ തുറന്നും കാണിക്കുന്നു. പക്ഷെ ഉടനെ തന്നെ അസിസ്റ്റന്റ് ഇന്ന് മാഡത്തിനെ നിങ്ങൾക്ക് കാണാനാവില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോ അവൻ ഉടനെ ഹീറോയിനോടും നീ കേട്ടില്ലേ നിന്നോട് കൂടെ പറഞ്ഞത് ഇറങ്ങിപ്പോക്കാനായിട്ട് അവളോട് പറയുന്നു. അപ്പൊ അസിസ്റ്റന്റ് ഹീറോയിനെ കണ്ട് മാഡം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഹീറോയിന് മാത്രം അകത്തോട്ട് പോകാൻ അനുവദിക്കുന്നു. ഇത് കേട്ട് ഇവർ രണ്ടുപേരും ഷോക്കാവുന്നു. ഹീറോയിൻ അകത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഇവരെ കളിയാക്കിക്കൊണ്ടാണ് കയറി പോകുന്നത്. അങ്ങനെ അവൾ അകത്ത് പോയി ആ മുത്തശ്ശിയെ കണ്ട് നിങ്ങൾ ഇത്രയും വലിയ വീട്ടിലാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവരും അതെ എന്ന് മറുപടി പറയുന്നു. എന്നിട്ട് അവൾ കൊണ്ടുവന്ന ക്യാരറ്റും അവർക്ക് കൊടുക്കുന്നു. ആ മുത്തശ്ശിയും അപ്പൊ അവൾക്ക് ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സന്തോഷത്തോടെ നൽകുന്നു. പക്ഷെ അവളാണെങ്കിൽ അത്രയും വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒരു ചെറിയ മോതിരം മാത്രം അവർ നിർബന്ധത്തിൽ വഴങ്ങിയെടുക്കുന്നു. എന്നിട്ട് അവളെ അവരുടെ ബർത്ത്ഡേ പാർട്ടിക്കും ക്ഷണിക്കുന്നു. അവളും തീർച്ചയായും വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു.